ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ സെമിനാർ. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് കൺട്രോളിംഗ് ആണ്. എന്താണ് കൺട്രോളിംഗ്? നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ ഓൾമോസ്റ്റ് ദ എൻഡ് സ്റ്റേജാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വരിക. നമ്മൾ പ്ലാനിങ് സ്റ്റേജ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കും സ്റ്റാൻഡേർഡ് മുൻകൂട്ടി സെറ്റ് ചെയ്തതും തമ്മിൽ കമ്പയർ ചെയ്യും. And we see if there are any deviations occurred. If deviations are occurred, we take corrective steps to overcome those deviations. And this process is known as controlling. Controlling is the measurement of accomplishment against the standards and correction of deviations to assure attainment of objectives according to the plan. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കൺട്രോളിംഗ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഓർഗനൈസേഷനിൽ മാത്രം കൺഫൈൻഡ് ചെയ്ത ഒരു പ്രോസസ്സല്ല കൺട്രോളിംഗ്. മറിച്ച് എല്ലാ മേഖലകളിലും ഫ്രം ടോപ്പ് ടു ബോട്ടം, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് സെക്ഷൻ ആയാലും എല്ലാവരുടെയും കൺട്രോളിംഗ് എന്നൊരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് ഫങ്ഷൻ. കൺട്രോളിംഗ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പെർഫോം ദിസ് ഫങ്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസും ഈ കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ഫങ്ഷൻ നിർബന്ധമായും പെർഫോം ചെയ്തിരിക്കണം. തേർഡ് പോയിൻറ്റ്, ഇറ്റ്സ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ. കൺട്രോളിംഗ് ഓൾവേസ് എയിംസ് അറ്റ് ഫ്യൂച്ചർ. നമ്മൾ ചെയ്ത വർക്കിൽ ഡീവിയേഷൻസ് എങ്ങനെ വന്നു എന്ന് കമ്പയർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ഫ്യൂച്ചറിലേക്ക് ഈ ഡീവിയേഷൻസ് വരാതിരിക്കാൻ, ഫ്യൂച്ചറിലേക്ക് ഈ ഡീവിയേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിൻറ്റ്, ഇറ്റ്സ് എ കറക്റ്റീവ് പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർക്ക് ഡൺ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇത് തമ്മിലുള്ളൊരു കമ്പാരിസണും ആ ഡീവിയേഷൻസിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കറക്റ്റീവ് സ്റ്റെപ്പുമാണ് കൺട്രോളിംഗ്. ഫിഫ്ത്ത് പോയിൻറ്റ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്ലാനിങ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? നമ്മൾ ചെയ്ത വർക്കും മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡേർഡ്സും. ഈ സ്റ്റാൻഡേർഡ്സ് എപ്പോഴാണ് നിശ്ചയിക്കുന്നത്? അറ്റ് ദ വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്, ദാറ്റ് ഇസ് പ്ലാനിങ്. പ്ലാനിങ് സ്റ്റേജിൽ ഫിക്സ് ചെയ്ത അല്ലെങ്കിൽ പ്ലാനിങ് സ്റ്റേജിൽ സെലക്ട് ചെയ്ത സ്റ്റാൻഡേർഡ്സുമായിട്ടാണ് നമ്മൾ കൺട്രോളിംഗ് സ്റ്റേജിലെത്തുമ്പോൾ വർക്ക് കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പ്ലാനിങ്. Sixth point, controlling is a flexible process. It's not rigid, it's flexible. It can be changed. Seventh point, setting standards. കൺട്രോളിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആസ് പെർ പ്ലാൻസ് നമുക്ക് പീസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കും. So standards are one of the most important section of any organization. So standards സെറ്റ് ചെയ്യാൻ കൺട്രോളിംഗ് സഹായിക്കും. നെക്സ്റ്റ് ഇയർ ഞാൻ പറഞ്ഞു ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ ആണ്. സോ നെക്സ്റ്റ് ഇയറിലേക്കുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കറണ്ട് ഇയറിലെ കൺട്രോളിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ്, കീ ടു കൺട്രോൾ ഇസ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Control calls for proper delegation of authority by the superiors to the subordinate. കൺട്രോൾ പ്രോസസ്സിലൂടെ നമ്മുടെ വർക്ക് നമുക്ക് സബോർഡിനേറ്റ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ കൂടി സഹായിക്കും. ഡെലിഗേറ്റ് ചെയ്യുക പറഞ്ഞാൽ അവരിലേക്ക് അത് എത്തിക്കാൻ, അവരിലേക്കും ആ പ്രോസസ്സ്, അതായത് അവർക്ക് വർക്ക് അസൈൻ ചെയ്യാനും അവരുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാനും കൺട്രോളിംഗ് പ്രോസസ്സ് സഹായിക്കും. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ്. ഫസ്റ്റ് പോയിൻറ്റ് പറയുന്നത് എഫക്റ്റീവ് എക്സിക്യൂഷനാണ്. ഒരു ഓർഗനൈസേഷന് നിറയെ ഗോൾസ് ഉണ്ടാവും അച്ചീവ് ചെയ്യാനായിട്ട്. Plans are prepared and implemented to achieve these goals. ഈ ഗോൾസ് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. അറ്റ് ദ കൺട്രോളിംഗ് സ്റ്റേജ് ഈ പ്ലാൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്ന് കമ്പാരിസൺ ആണ് നടക്കുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ദീസ് പ്ലാൻസ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു കൺട്രോളിംഗ് എഫക്റ്റീവ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Delegation of authority at lower level is possible through the process of controlling. Third point എന്ന് പറയുന്നത് facilitate decentralization.
Control of all levels is a necessity for the success of decentralization. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ സെക്ഷൻസിൻ്റെയും കൺട്രോൾ വളരെ ഒരു നെസസറി തിങ് ആണ് ഫോർ ഡീസെൻട്രലൈസേഷൻ. കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ ലെവലിലേക്കും അതോറിറ്റി ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് കോൺസെൻട്രേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇറ്റ് എൻഹാൻസസ് ഡിസ്പേർഷൻ ഓഫ് പവേഴ്സ് ഓർ അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ്. ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ എന്നാണ്. ഒരു ഓർഗനൈസേഷൻസ് ആയ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കൺട്രോളിംഗ് പ്രോസസ്സ് സഹായിക്കും. ഫിഫ്ത്ത് പോയിൻറ്റ്, ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. നമ്മൾ ഈ വർഷം ഇപ്പോൾ കൺട്രോളിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്സ് എന്ന്. നമ്മൾ ആ മിസ്റ്റേക്സ് ഓവർകം ചെയ്യാൻ കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്തു. സോ ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ ഇതേ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ്. സോ കൺട്രോളിംഗ് ഇസ് ദ ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. Sixth process regulates the operation. Control regulates the operation to ensure achievement of objectives. Seventh point, points out weakness of management. Planning process, organizing process, staffing processലൊക്കെ നിറയെ വീക്ക്നെസ്, നിറയെ പ്രോബ്ലംസ് ഒരു മാനേജ്മെൻറ്റ് ഫേസ് ചെയ്യാം. എല്ലാവരും എല്ലാ പ്രോസസ്സിലും ഫുള്ളി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേജസിലും കുറേ പ്രോബ്ലംസ് കമ്പനി വരുത്തിയിട്ടുണ്ടാകാം. These problems can be traced through controlling process and can be corrected. Eighth point, efficiency evaluation. ഒരു ഇൻഡിവിജ്വലിന് ടാർഗറ്റ് കൊടുക്കുന്നു. ആ ടാർഗറ്റ് അനുസരിച്ച് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അയാളുടെ ഒരു സ്കില്ലും അയാളുടെ ഒരു എബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യാൻ കൺട്രോളിംഗ് പ്രോസസ്സ് സഹായിക്കുന്നു. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇവാലുവേഷൻ. നയൻത്ത് പോയിൻറ്റ്, പ്രഷർ ഫോർ ബെറ്റർ പെർഫോമൻസ്. നമ്മൾ പറഞ്ഞു ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്നു. വെൻ ആൻ ഇൻഡിവിജ്വൽ ഫീൽസ് ദാറ്റ് ഹീ ഈസ് അസസ്ഡ്, ഇറ്റ് പുട്ട്സ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ഇൻഡിവിജ്വൽ ഫോർ ബെറ്റർ പെർഫോമൻസ്. നമ്മളെ മോണിറ്റർ ചെയ്യുന്നു എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ നമ്മൾ ഒന്നും കൂടി നന്നായി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ദാറ്റ്സ് വാട്ട് പ്രഷർ ഫോർ ബെറ്റർ പെർഫോമൻസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സ്റ്റെപ്സ് ഇൻ കൺട്രോൾ ഓർ പ്രോസസ്സസ് ഓഫ് കൺട്രോൾ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഞാൻ പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ നിറയെ ഗോൾസും ടാർഗറ്റ്സും ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ആണ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ ദ ക്രൈറ്റീരിയൻ എഗെയിൻസ്റ്റ് വിച്ച് റിസൾട്ട്സ് ആർ മെഷേർഡ്. നമ്മുടെ ആക്ച്വൽ വർക്ക് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയനാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ് ഇതിൻ്റെയൊക്കെ ഒരു സമ്മപ്പാണ് ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി മെഷേർഡ് ഇൻ ബോത്ത് ഫിസിക്കൽ ഓർ ഇൻ മോണിറ്ററി ടേംസ്. രണ്ട് വിധത്തിലും നമുക്ക് സ്റ്റാൻഡേർഡ്സ് മെഷർ ചെയ്യാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ വർക്കായിട്ട് കമ്പയർ ചെയ്യണം. പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് ദ ഡീവിയേഷൻസ് മസ്റ്റ് ബി ഡിറ്റക്റ്റഡ്. ഡീവിയേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനും നമുക്ക് പറ്റണം. ഈ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഒന്നെങ്കിൽ ആഫ്റ്റർ ദ ഓപ്പറേഷൻ ഈസ് ഡൺ ആവാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ ആവാം. ഒന്നെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം. നമ്മൾ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഡീവിയേഷൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദെയർ ആക്ച്വൽ ഒക്കറൻസ് ആൻഡ് അവോയ്ഡഡ് ബൈ അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നമ്മുടെ ഡീവിയേഷൻസ് എപ്പോൾ വരുമെന്നും അത് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഈ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ. സോ ദാറ്റ്സ് മോർ എഫക്റ്റീവ് വൺ. ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ. നൗ ദ തേർഡ് പോയിന്റ് ഈസ് അപ്രൈസൽ ഓഫ് പെർഫോമൻസ്. It is the comparison of actual performance to the standards. If deviations are found, the cause of deviation is to be identified. എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ വന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോപ്പർ, അക്യുറേറ്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻസ് ഗിവൻ ടു എ മാനേജർ. Now the fourth point is determining the reasons for deviation. എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ ഉണ്ടായേ എന്ന് മാനേജർ ഇസ് റെസ്പോൺസിബിൾ to say what was the reason behind this deviation. ചിലപ്പോൾ അത് ഇറ്റ് മേ ബി ഡ്യൂ ടു ദ എറർ ഇൻ പ്രോജക്റ്റ് ഡിസൈൻ, മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓർ ഇൻ ഓപ്പറേറ്റീവ് പെർഫോമൻസ്. എന്തുകൊണ്ടാണെന്ന് മാനേജർ
accountable ആണ്. He should explain what was the reason behind the deviation. And the last step is feedback. The main object of control system is to provide the required information through the process of feedback. So, future deviations can be corrected. Now let's move on to the objectives of controlling. Simple ആണ്. It ensures that work progresses are planned. മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം തന്നെയാണ് വർക്ക് നടന്നതെന്ന് എൻഷുർ ചെയ്യാൻ കൺട്രോളിംഗ് സഹായിക്കും. ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനും എഫിഷ്യൻസി ഇവാലുവേറ്റ് ചെയ്യാനും എല്ലാം കൺട്രോളിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കും. To make sure that all the activities are performed according to the predetermined plans. പ്ലാനിൽ നിന്നും ഒട്ടും മാറാതെ ആ പ്ലാൻ പ്രകാരം തന്നെയാണ് എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നതെന്ന് എൻഷുർ ചെയ്യാൻ കൺട്രോളിംഗ് സഹായിക്കും. It also revises the plans on the basis of deviations occurred. So these 5 are the major objectives of controlling. Now let's move on to the last topic, that is limitations of controlling. First limitation എന്ന് പറഞ്ഞാൽ external factors cannot be controlled. External factors എന്ന് പറഞ്ഞാൽ സപ്പോസ് ഗവൺമെൻറ് പോളിസീസ്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊന്നും നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പാടില്ല. ദീസ് ആർ ബിയോണ്ട് അവർ ഹാൻഡ്സ്. സെക്കൻഡ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിംഗ് സ്റ്റാൻഡേർഡ്സ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ആക്ച്വലി വളരെ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എംപ്ലോയീസ് എങ്ങനെ അതിനു വേണ്ടി റിയാക്ട് ചെയ്യും, സ്റ്റാൻഡേർഡ്സിന് എതിരെ എങ്ങനെ അവർ റിയാക്ട് ചെയ്യും, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തേർഡ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്സ്. ചെറിയ ചെറിയ കമ്പനികൾക്കൊന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊന്നും ചിലപ്പം കൺട്രോളിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി എക്സ്പെൻസീവ് പ്രോസസ്സ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് വർക്കേഴ്സ് റെസിസ്റ്റ് കൺട്രോൾ. വർക്കേഴ്സിൻ്റെ മേലിൽ ഒരു കൺട്രോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദേ ഫീൽ ദാറ്റ് ദെയർ ഫ്രീഡംസ് ആർ കർട്ടെയിൽഡ്. അവരുടെ ഫ്രീഡം നമ്മൾ അവരിൽ നിന്ന് എടുത്തു വാങ്ങുന്നു എന്ന് അവർക്ക് തോന്നും. സോ ദേ ടെൻഡ് ടു റെസിസ്റ്റ് ടു ദിസ് കൺട്രോളിംഗ് പ്രോസസ്. And these 4 are the major limitations of controlling. With this, we end our seminar. Thank you.